ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ വിവിധ കൂളിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് എങ്ങനെ തിരിച്ചറിയാം എന്നാണ്. ഒബ്ജക്റ്റീവ്സ്: ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും. റെഫ്രിജറേറ്ററിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ, ഡയറക്റ്റ് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ. ബോട്ടിൽ കൂളറിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ, വാട്ടർ കൂളറിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ, വിൻഡോ AC 1.5 ടണ്ണിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ, സ്പ്ലിറ്റ് AC 1.5 ടണ്ണിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ. ഇനി നമുക്ക് വിവിധ കൂളിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ: ട്രെയിനീസ് ടൂൾ കിറ്റ്, റെഫ്രിജറേറ്റർ, ഡയറക്റ്റ് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ, ബോട്ടിൽ കൂളർ, വാട്ടർ കൂളർ, വിൻഡോ AC 1.5 ടൺ, സ്പ്ലിറ്റ് AC 1.5 ടൺ, കോട്ടൺ ക്ലോത്ത് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്, ഗ്ലൗസ്. ഇനി നമുക്ക് വിവിധ കൂളിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1: വിവിധ കൂളിംഗ് മെഷീനുകളിലുള്ള ഡ്രയർ തിരിച്ചറിയുക. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ഡ്രയർ തിരിച്ചറിയുക. ഡയറക്റ്റ് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ, ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്റർ, ഡ്രയർ. മിക്ക കേസുകളിലും ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററുകൾ അതിന്റെ സിസ്റ്റത്തിൽ ഡ്രയർ ഉൾപ്പെടുത്താറില്ല. അവ സാധാരണ റെഫ്രിജറന്റിൽ നിന്നും മോയ്സ്ചർ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യാൻ ഡ്രയർ ആവശ്യമില്ലാത്ത സിംപ്ലർ കൂളിംഗ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകൾ, ഡ്രയർ. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകൾ സാധാരണയായി അവയുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഡ്രയർ ഫീച്ചർ ചെയ്യാറുണ്ട്. ഈ ഡ്രയറുകളെ സാധാരണ മോയ്സ്ചർ ഫിൽറ്റർ അല്ലെങ്കിൽ ഡ്രൈയിങ് ഫിൽറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇവ റെഫ്രിജറന്റിൽ കാണപ്പെടുന്ന മോയ്സ്ചർ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്യാൻ റെഫ്രിജറന്റ് ലൈനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന കണ്ടാമിനന്റുകൾ നീക്കം ചെയ്തുകൊണ്ട് കൂളിംഗ് സിസ്റ്റത്തിൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ബോട്ടിൽ കൂളറിലെ ഡ്രയർ തിരിച്ചറിയാൻ. ബോട്ടിൽ കൂളറിൽ ഡ്രയർ സാധാരണയായി റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡ്രയറുകളെ മോയ്സ്ചർ ഫിൽറ്റർ അല്ലെങ്കിൽ ഫിൽറ്റർ ഡ്രയർ എന്നാണ് വിളിക്കുന്നത്. ഇവ സാധാരണ റെഫ്രിജറന്റ് ലൈനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവയുടെ പ്രധാന പ്രവർത്തനം റെഫ്രിജറന്റിൽ കാണപ്പെടുന്ന മോയ്സ്ചർ കൂടാതെ കണ്ടാമിനന്റുകൾ എന്നിവയെ ട്രാപ്പ് ചെയ്യുകയും അവ സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്നത് തടയുക എന്നതുമാണ്. ഡ്രയർ മോയ്സ്ചർ കൂടാതെ കണ്ടാമിനന്റുകൾ നീക്കം ചെയ്തുകൊണ്ട് കൂളിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു. വാട്ടർ കൂളറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രയർ തിരിച്ചറിയുക. വാട്ടർ കൂളറുകളിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായാണ് ഡ്രയർ ഉണ്ടാകുന്നത്. ഈ ഡ്രയറുകളെ മോയ്സ്ചർ ഫിൽറ്റർ അല്ലെങ്കിൽ ഫിൽറ്റർ ഡ്രയർ എന്നാണ് വിളിക്കുന്നത്. ഇവ സാധാരണ റെഫ്രിജറന്റ് ലൈനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവയുടെ പ്രധാന പ്രവർത്തനം റെഫ്രിജറന്റിൽ കാണപ്പെടുന്ന മോയ്സ്ചർ കൂടാതെ കണ്ടാമിനന്റുകൾ എന്നിവയെ ട്രാപ്പ് ചെയ്യുക എന്നതാണ്. ഫിൽറ്ററിംഗ്, ഇംപ്യൂരിറ്റീസ് തടയുകയും എഫിഷ്യന്റ് റെഫ്രിജറേഷനും കൂടാതെ ഓപ്റ്റിമൽ കൂളിംഗും മെയിൻറ്റെയിൻ ചെയ്യും. വിൻഡോ AC 1.5 ടണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രയർ തിരിച്ചറിയുക. മിക്ക വിൻഡോ AC യൂണിറ്റുകളിലും ഡ്രയർ ഉണ്ട്. അവയെ സാധാരണ മോയ്സ്ചർ ഫിൽറ്റർ അല്ലെങ്കിൽ ഫിൽറ്റർ ഡ്രയർ എന്നാണ് വിളിക്കുന്നത്. ഇവ റെഫ്രിജറന്റ് ലൈനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്.
ഇവയുടെ പ്രധാന പ്രവർത്തനം റെഫ്രിജറന്റിൽ കാണപ്പെടുന്ന മോയ്സ്ചർ കൂടാതെ കണ്ടാമിനന്റുകൾ എന്നിവയെ ട്രാപ്പ് ചെയ്യുക എന്നതാണ്. ഡ്രയർ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്തുകൊണ്ടും AC എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും അതിന്റെ റിലയബിലിറ്റി ഉറപ്പാക്കുന്നു. സ്പ്ലിറ്റ് AC 1.5 ടണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രയർ തിരിച്ചറിയുക. സ്പ്ലിറ്റ് AC സിസ്റ്റങ്ങളിലും ഡ്രയർ ഘടിപ്പിച്ചിട്ടുണ്ട്. അവയെ സാധാരണ ഫിൽട്ടർ ഡ്രയർ അല്ലെങ്കിൽ മോയ്സ്ചർ ഫിൽട്ടർ എന്നാണ് വിളിക്കുന്നത്. ഇവ റെഫ്രിജറന്റ് ലൈനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കോമ്പണന്റുകൾ മോയ്സ്ചർ കൂടാതെ കണ്ടാമിനന്റുകൾ ക്യാച്ചപ്പ് ചെയ്യുകയും അവ സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്നത് തടയും. ഡ്രയർ AC എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യും, ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യും, പൊട്ടൻഷ്യൽ ഇഷ്യൂസ് തടയും. ഇനി നമുക്ക് വിവിധ കൂളിംഗ് മെഷീനുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുന്ന പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 2. വിവിധ കൂളിംഗ് മെഷീനുകളിലെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. റെഫ്രിജറേറ്ററുകളിലെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. ഡയറക്ട് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ. ഡയറക്ട് കൂൾ റെഫ്രിജറേറ്ററുകൾ. കാപ്പിലറി ട്യൂബ്. ഡയറക്ട് കൂൾ റെഫ്രിജറേറ്ററുകൾ സാധാരണയായി റെഫ്രിജറേഷൻ സൈക്കിളിന്റെ ഭാഗമായി കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുന്നു. ഈ നാരോ ട്യൂബ് കണ്ടൻസറുകളിൽ നിന്നും ഇവാപറേറ്ററുകളിലേക്ക് റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നു. ഇത് റെഫ്രിജറന്റിന്റെ പ്രഷറും ഫ്ലോയും കൺട്രോൾ ചെയ്യാൻ ഒരു ത്രോട്ടിലായി ആക്ട് ചെയ്യുന്നു. കൂളിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്നു. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകൾ. കാപ്പിലറി ട്യൂബ്. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററുകളും കണ്ടൻസറിൽ നിന്നും ഇവാപറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുന്നു. ഫ്രോസ്റ്റ് ഫ്രീ മോഡലുകൾ എൻഹാൻസ് ചെയ്ത കൺട്രോളിനു വേണ്ടി ഈ ട്യൂബ് കമ്പൈൻ ചെയ്യാറുണ്ട്. ബോട്ടിൽ കൂളറിലുള്ള കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. റെഫ്രിജറേഷൻ സിസ്റ്റങ്ങൾ പോലുള്ള ബോട്ടിൽ കൂളറിൽ കാപ്പിലറി ട്യൂബുകൾ സർക്കുലേഷനു വേണ്ടി ഉപയോഗിക്കുന്നു. ഈ നാരോ ട്യൂബ് ഒരു ത്രോട്ടിലായി ആക്ട് ചെയ്തുകൊണ്ട് കണ്ടൻസറിൽ നിന്നും ഇവാപറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നു. റെഫ്രിജറന്റിന്റെ പ്രഷറിനെയും ഫ്ലോ എക്സ്പാൻഷനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് കൂളിംഗിന് സഹായിക്കുന്നു. വാട്ടർ കൂളറിൽ ഉപയോഗിക്കുന്ന കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. പല റെഫ്രിജറേഷൻ സിസ്റ്റങ്ങൾക്കും സമാനമായി വാട്ടർ കൂളറുകളിലും കാപ്പിലറി ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കോമ്പണന്റ് കണ്ടൻസറിൽ നിന്നും ഇവാപറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നു. കാപ്പിലറി ട്യൂബ് റെഫ്രിജറന്റ് കൺട്രോൾ ചെയ്യും. ഹീറ്റ് അബ്സോർപ്ഷനും വാട്ടർ കൂളിംഗിനും സഹായിക്കും. വിൻഡോ AC 1.5 ടണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്ന കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. വിൻഡോ എയർ കണ്ടീഷണറുകൾ സാധാരണയായി റെഫ്രിജറന്റ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിനായി ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ഉപയോഗിക്കും. ചില പഴയ മോഡലുകൾ കാപ്പിലറി ട്യൂബ് ത്രോട്ടിലായി ഉപയോഗിക്കും. പുതിയ മോഡലുകൾ TXV അല്ലെങ്കിൽ ഫിക്സ്ഡ് ഓറിഫൈസ് എന്നിവ എഫിഷ്യൻസിക്ക് ഉപയോഗിക്കും. സ്പ്ലിറ്റ് AC 1.5 ടണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്ന കാപ്പിലറി ട്യൂബ് തിരിച്ചറിയുക. സ്പ്ലിറ്റ് AC യൂണിറ്റ് സാധാരണയായി റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ഉപയോഗിക്കാറുണ്ട്.
ഈ ഡിവൈസ് ഒന്നുകിൽ ഒരു കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ ഒരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയ എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് (TXV) അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് (EEV) പോലുള്ളവയാണ്. കാപ്പിലറി ട്യൂബുകളുടെ ത്രോട്ടിൽ ഹൈ പ്രഷർ ലിക്വിഡ്, വാൽവുകൾ, കൃത്യമായ റെഫ്രിജറന്റ് കൺട്രോൾ, ബൂസ്റ്റിംഗ് എഫിഷ്യൻസിയും ഓഫർ ചെയ്യുന്നു. റീക്യാപ്പ്: ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു. റെഫ്രിജറേറ്ററിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ, ഡയറക്റ്റ് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ. ബോട്ടിൽ കൂളറിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ. വാട്ടർ കൂളറിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ. വിൻഡോ AC 1.5 ടണ്ണിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ. സ്പ്ലിറ്റ് AC 1.5 ടണ്ണിലെ ഡ്രയർ കൂടാതെ കാപ്പിലറി ട്യൂബ് തിരിച്ചറിയാൻ. നിങ്ങൾക്കെല്ലാവർക്കും വിവിധ കൂളിംഗ് മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രയറും കാപ്പിലറി ട്യൂബും തിരിച്ചറിയുന്ന പ്രോസസ്സ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഗുഡ് ബൈ.